അടുത്തിടെ വിവാഹിതരായവരിൽ ഏറ്റവും ക്യൂട്ട് കപ്പിളാണ് മാളവിക കൃഷ്ണദാസും തേജസ് ജ്യോതിയും. ഇരുവരും റിയാലിറ്റി ഷോയിലൂടെ മലയാളികൾക്ക് സുപരിചിതരായവരാണ്. ലാൽ ജോസ് പ്രധാന ജൂറിയായ നായിക-നായകൻ റിയാലിറ്റി ഷോയിൽ മത്സരാർത്ഥികളായ ശേഷമാണ് ഇരുവരും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത്. തേജസിൻ്റെ ആദ്യ റിയാലിറ്റി ഷോയുമായിരുന്നു നായിക-നായകൻ. എന്നാൽ മാളവിക ചെറുപ്രായം മുതൽ മിനി സ്ക്രീൻ താരമാണ്. ഡാൻസ് റിയാലിറ്റി ഷോകളിലൂടെയാണ് കുട്ടിക്കാലം മുതൽ മാളവിക മിനി സ്ക്രീനിൽ നിറഞ്ഞു നിന്നിരുന്നത്. മാത്രമല്ല ചില സീരിയലുകളിലും സിനിമയിലും മാളവിക അഭിനയിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ വർഷം മെയ്യിലാണ് മാളവികയുടെയും തേജസിൻ്റെയും വിവാഹം. ഇരുവരും പരിചയക്കാരും സുഹൃത്തുക്കളുമായതിനാൽ വീട്ടുകാർ തീരുമാനിച്ച് ഇരുവരുടെയും വിവാഹം നടത്തുകയായിരുന്നു. നായിക-നായകന് ശേഷം തേജസ് ടെലിവിഷനിൽ നിന്നും വിട്ടുനിൽക്കുകയാണ്. നായിക-നായകന് ശേഷം സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമാണ് മാളവിക കൃഷ്ണദാസ്. സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ തൻ്റെ വിശേഷങ്ങളൊക്കെ മാളവിക പങ്കുവയ്ക്കാറുണ്ട്. തൻ്റെ വിവാഹത്തെക്കുറിച്ചും ഹണിമൂൺ പോയതും തേജസിൻ്റെ വീട്ടിലെ വിശേഷങ്ങളുമെല്ലാം മാളവിക ആരാധകരെ അറിയിച്ച് യൂട്യൂബ് വീഡിയോകളിലൂടെയാണ്. മർച്ചൻ്റ് നേവിയിൽ മെക്കാനിക്കൽ എഞ്ചിനീയറാണ് ഇപ്പോൾ തേജസ്. വിവാഹത്തിന് ശേഷം കുറച്ചുനാൾ മാത്രമാണ് തേജസ് നാട്ടിലുണ്ടായിരുന്നത്. അതിനുശേഷം തിരികെ ജോലിയിലേക്ക് പോയി. വ്ളോഗിങ്ങിനും യാത്ര പോകാനുമെല്ലാം മാളവികയുടെ ബെസ്റ്റ് കമ്പനിയായി ഒപ്പമുണ്ടായിരുന്നത് തേജസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ തേജസ് തിരികെ ജോലിക്ക് പോയപ്പോൾ മാളവികയുടെ യാത്രകളും കുറഞ്ഞു. കുറച്ച് ദിവസം മുമ്പാണ് 5 മാസത്തെ കപ്പൽ ജീവിതത്തിന് ശേഷം തേജസ് തിരികെ മാളവികയുടെ അടുത്തേക്ക് എത്തിയത്. വിവാഹത്തിന് ശേഷം ആദ്യമായി നാട്ടിലേക്കുള്ള മടങ്ങിവരവായിരുന്നു തേജസിൻ്റേത് എന്നതുകൊണ്ട് തന്നെ ഗംഭീര വരവേൽപ്പായിരുന്നു മാളവിക തേജസ്സിന് ഒരുക്കിയിരുന്നത്. പൂക്കൾ നിറച്ച ബൊക്കെയെല്ലാമാണ് മാളവിക ഭർത്താവ് തേജസിനെ വരവേൽക്കാൻ എയർപോർട്ടിലേക്ക് ചെന്നത്. മാളവികയുടെ അമ്മയും എല്ലാം ഒപ്പമുണ്ടായിരുന്നു. ഇപ്പോഴിതാ തേജസ്സിന് കിടിലൻ സർപ്രൈസ് ട്രീറ്റ് നൽകിയിരിക്കുകയാണ് മാളവിക. തേജസിൻ്റെ പിറന്നാൾ രണ്ടുപേരും 2 സ്ഥലത്തായിരുന്നതിനാൽ ആഘോഷിക്കാൻ പറ്റിയിരുന്നില്ല. അതിൻ്റെ പരിഹാരമെന്നോണം തേജസിന് ജോലിയിൽ പ്രമോഷൻ ലഭിച്ചത് സെലിബ്രേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗവുമായിട്ടായിരുന്നു മാളവിക വർക്കല ബീച്ചിനോട് ചേർന്നുള്ള റിസോർട്ടിൽ ഗംഭീര കാൻഡിൽ ലൈറ്റ് ഡിന്നറും കേക്ക് കട്ടിങ്ങും സ്റ്റൈയുമായി ഒരുക്കിയത്. വർക്കല ബീച്ചിലേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ 5 മാസം കടല് കണ്ട് ദുരിതം അനുഭവിച്ചവന് കടല് കാണിച്ചാണോ സർപ്രൈസ് നൽകുന്നത് എന്നാണ് തമാശയായി തേജസ് മാളവികയോട് ചോദിച്ചത്. ഇടയിൽ മാളവികയുടെ അമ്മയും ഇരുവരുമായി ഫോണിൽ സംസാരിക്കുന്നതും മാളവിക പങ്കുവച്ച പുത്തൻ വ്ളോഗിൽ കാണാം. നിങ്ങൾ രണ്ടുപേരെയും ഞാൻ ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നുവെന്നാണ് മാളവികയുടെ അമ്മ പറഞ്ഞത്. മാളവികയ്ക്ക് ഇത്തരം സർപ്രൈസുകളൊക്കെ നൽകുന്നത് വലിയ കാര്യമാണെന്നാണ് അമ്മ പറയുന്നതും വീഡിയോയിൽ കേൾക്കാം. ഇടയ്ക്കൊക്കെ സർപ്രൈസായില്ലെന്ന് തമാശയായി പറയുകയും മാളവികയെ കളിയാക്കുകയും ചെയ്യുന്നുണ്ട് തേജസ്. എങ്കിലും മാളവിക കാണാതെ തേജസ് പ്രിയതമയുടെ കൊച്ചു സർപ്രൈസ് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. ഇൻ്റർനാഷണൽ യാത്രകൾ പോകാറുള്ളതിനാൽ തേജസ്സിന് ഇത് വലിയ കാര്യമായിരിക്കില്ല. മാളവിക ഇതെല്ലാം വലിയ കാര്യമാണ്. എങ്കിലും മാളവികയെ സന്തോഷിപ്പിക്കാൻ തേജസ് ശ്രമിക്കുന്നുണ്ട്. രണ്ടുപേരും ജീവിത പങ്കാളികൾ എന്നതിലുപരി നല്ല സുഹൃത്തുക്കളാണെന്ന് വ്യക്തമാണ്. ഈ അണ്ടർസ്റ്റാൻഡിംഗ് തന്നെയാണ് ഇരുവരുടെയും ജീവിതത്തിൻ്റെ ഭംഗി.